ഹലോ ഗായ്സ്. അപ്പോൾ എപ്പോഴും ഞങ്ങൾ പുറത്ത് പോയി ഫുഡ് കഴിക്കുന്ന ആൾക്കാരൊന്നുമല്ല കേട്ടോ. എന്നാൽ കൂടി വല്ലപ്പോഴും കഴിക്കാണ്ടിരിക്കുന്ന ആൾക്കാരും അല്ല. അതായത് മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ എന്താ പറയാൻ ഉദ്ദേശിച്ചത്, നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവും വിചാരിക്കുന്നത്. എന്തായാലും വേണ്ടില്ല. അങ്ങനെ ഇന്ന് നമ്മൾ ഫുഡ് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ രാത്രിക്കുള്ളത്. അപ്പോൾ പിന്നെ ഉപ്പാനോട് പറഞ്ഞിട്ട് ഉപ്പ കടയിൽ നിന്ന് വരുന്ന വഴിക്ക് ഒരു എന്താ പറയുക മന്തിയും, സോറി ഗൈസ് മന്തിയല്ല, ഒരു അൽഫാം പീസ്, അതായത് അൽഫാം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായി. നമ്മൾ ചോറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചോറിൻ്റെ കൂടെ ഈ അൽഫാം കഴിക്കാൻ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അങ്ങനെ മന്തി തന്നെ വേണമെന്നില്ല. മന്തീൻ്റെ ഫാൻ പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ. ഉമ്മാക്കോ ഉപ്പാക്കോ ഒന്നും വലിയ ഇഷ്ടമല്ല. പിന്നെ നമ്മൾ വെറും അൽഫാം മാത്രം മതി എന്ന് പറഞ്ഞു. അങ്ങനെ നല്ല കാന്താരി അൽഫാമാണ് കേട്ടോ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ടേസ്റ്റാണ്. നമ്മുടെ പച്ചിലക്കാടുള്ള വടക്കിനീത്തെ ഈ കാന്താരി അൽഫാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതേപോലെ വീട്ടിലുള്ളവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇത് തിന്ന് കഴിയും വരെ ഉമ്മാൻ്റെ വായിലിരിക്കുന്നത് മൊത്തം കേട്ടിട്ടുണ്ട്. ഇഞ്ഞെക്കൊണ്ടല്ലേ ഇതുണ്ടായത്, ഇഞ്ഞെക്കൊണ്ടല്ലേ ഉണ്ടായത്, അങ്ങനായി ഇങ്ങനാക്കി തേങ്ങയാക്കി എന്ന് പറഞ്ഞിട്ട് കുറേ കേട്ടിട്ടുണ്ടായി. അതായത് ഉമ്മാക്ക് നല്ലതുപോലെ എരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ല എരിവുണ്ട്. അപ്പോൾ ഉമ്മാനെ പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ ബായ്.